ചെയ്യുന്നത്. ലോകം അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം നമ്മൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ പലതും ഇന്ന് രാവിലെ മാറിക്കഴിഞ്ഞു. അതുമായിരിക്കുകയില്ല 10 മണിക്കൂർ കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത്. ഇങ്ങനെ ഓരോ മൈക്രോ സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ നാഡിമിടിപ്പ് അറിയുക എന്നത് ഒരു പ്രബോധകന് വളരെ വളരെ ആവശ്യമാണ്. പൊതുവിൽ എല്ലാവരും ആ ഭാഗം ശ്രദ്ധിച്ചിരിക്കേണ്ടതുമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വിശ്വാസിയുടെ പ്രധാനപ്പെട്ട പ്രാർത്ഥനകളുടെ ഭാഗമായി ഖുർആൻ റബ്ബി സിദ്നി ഇൽമ എന്ന ഭാഗം പഠിപ്പിക്കുന്നത്. എനിക്ക് അറിവ് വർദ്ധിപ്പിക്കണമേ എന്നത് കേവലം ഒരു ഉപചാരവാക്കോ അല്ലെങ്കിൽ കടമ നിർവഹിക്കുവാനുള്ള പരമ്പരാഗതമായ പ്രാർത്ഥനയോ അല്ല. അറിവ് വർദ്ധിപ്പിക്കുക എന്നതിൽ അറിവിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഉൾക്കൊള്ളുന്നുണ്ട്. ഇന്ന് നമ്മൾ അറിവ് വർദ്ധിപ്പിക്കുന്നത് ഒരു 100-200 കൊല്ലം മുമ്പ് എഴുതി വച്ച പുസ്തകങ്ങൾ വായിച്ചു കൊണ്ടാകുകയില്ല. നാം ജീവിക്കുന്ന കാലമേതാണോ, ലോകമേതാണോ, സാഹചര്യം ഏതാണോ, അതിൻ്റെ ഭൂമികയിൽ നിന്നുകൊണ്ടാണ് ഇന്ന് നമ്മൾ അറിവ് വർദ്ധിപ്പിക്കുക. അത് നമ്മളായിട്ട് മാത്രമുള്ളതല്ല. എല്ലാ കാലഘട്ടത്തിലെയും മുഫസ്സിറുകളും ഫുഖഹാക്കന്മാരും ആലിമീങ്ങളും അറിവ് വർദ്ധിപ്പിച്ചത് അതത് കാലത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരുന്നു. അപ്പോൾ റബ്ബി സിദ്നി ഇൽമ എന്നതിൻ്റെ ഏറ്റവും നല്ല ഒരു വ്യാഖ്യാനം അപ്ഡേറ്റിംഗ് ഓഫ് നോളജ്, വിജ്ഞാനത്തിൻ്റെ അപ്ഡേഷൻ ആകുന്നു എന്നതാണ് അള്ളാഹു പറയുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒരേ രൂപത്തിൽ അതിലൂടെ വർദ്ധിപ്പിക്കുവാനും നവീകരിക്കുവാനും സാധിക്കും. അതിനേക്കാളേറെ പ്രധാനം നമ്മൾ വിശ്വസിക്കുകയും ആചരിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഇസ്ലാമിന്, അതിൻ്റെ പ്രമാണങ്ങളായ ഖുർആനിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനും ഈ പറഞ്ഞ എല്ലാ ആധുനികതയെയും ഒന്നുപോലും വിട്ടുപോവാതെ ഉൾക്കൊള്ളുവാൻ കഴിയും എന്നതുകൂടിയാണ്. അതായത് ഖുർആനും സുന്നത്തും ഏത് കാലത്തിനോടൊപ്പവും സഞ്ചരിക്കുവാൻ പാകപ്പെടുന്ന രൂപത്തിലാണ്. അഥവാ അത് എങ്ങനെയെല്ലാം പാകപ്പെടുത്താം എന്ന് ചിന്തിക്കേണ്ടതും ഇജ്തിഹാദ് ചെയ്യേണ്ടതും ഓരോ നാട്ടിലും സമൂഹത്തിലുമുള്ള അറിവുള്ളവരാണ്, പണ്ഡിതന്മാരാണ്. നേരത്തെ പാണ്ഡിത്യത്തിൻ്റെ ദൗത്യം എന്തായിരിക്കണമെന്ന് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ദിർഹമും ദീനാറുമല്ല അവരുടെ കയ്യിലുള്ളത്. അതിന് മൂല്യം കുറയുകയും കൂടുകയും ചെയ്യാം. എന്നാൽ അതിനേക്കാളും മൂല്യമാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വൈജ്ഞാനിക ശാക്തീകരണത്തിന് ഉണ്ടാവേണ്ടത്. ആ രൂപത്തിൽ വിജ്ഞാനത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുകയും ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഈ പറഞ്ഞ ശരീഅത്തിൻ്റെ ഭൂമികയിൽ നിന്ന് കൃത്യമായും തൃപ്തികരമായും ഉത്തരം കണ്ടെത്തുവാൻ നമ്മൾ സ്വയം സജ്ജമാവുകയും ചെയ്യുക എന്നതും ഇങ്ങനെയുള്ള പുതിയ വിഷയങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് നാം സംവദിക്കുന്ന ഈ സദസ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അങ്ങനെയുള്ള ഉയർന്ന കാഴ്ചപ്പാടുകളായിരിക്കണം നമുക്കുണ്ടാവേണ്ടത് എന്നതുകൂടിയാണ് ഇതെല്ലാം അർത്ഥമാക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇസ്ലാമികമാണോ, ഇസ്ലാമിക വിരുദ്ധമാണോ, ഇസ്ലാം 6-ാം നൂറ്റാണ്ടിലേക്ക് ഒതുങ്ങിപ്പോകുമോ എന്നിങ്ങനെയുള്ള പല ആശങ്കകളും തൊടുത്തുവിടുന്ന ഒരു ഘട്ടവും കൂടിയാണ്. അവിടെയൊക്കെ 2 കാര്യങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട്, ഒന്ന് അസ്വാലത്തുദ്ദീൻ, മതത്തിൻ്റെ പ്രാമാണികത,
വേറെ ഒന്ന് ഹദാസത്തുൽ അൽ അസ്ർ, ജീവിക്കുന്ന കാലത്തിൻ്റെ പ്രത്യേകത. ഈ അസ്വാലത്തും ഹദാസത്തും സമന്വയിപ്പിച്ചുകൊണ്ട് സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് ഇസ്ലാഹും നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യം. സംഘടനാപരമായി നമ്മൾ KNM, ISM, MGM, MSM, IGM തുടങ്ങിയുള്ള പല പ്ലാറ്റ്ഫോമുകളും ശാക്തീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെയെല്ലാം നല്ല ഗുണഫലം ഓരോ സന്ദർഭത്തിലും സമൂഹത്തിലേക്ക് യഥാസമയം എത്തിക്കൊണ്ടിരിക്കണം എന്നുള്ളതിന് വേണ്ടിയാണ്. അവയ്ക്കെല്ലാം മുകളിൽ അല്ലെങ്കിൽ അവയോടൊപ്പം നിലകൊണ്ടുകൊണ്ട് ആവശ്യമായ ഒരു ഗൈഡൻസും നേതൃത്വവും നൽകുന്ന ടീം എന്ന നിലക്ക് വലിയ ഉത്തരവാദിത്വമാണ് KJUവിൻ്റെ അംഗങ്ങൾക്ക് ഉള്ളതും. 450-ൽ താഴെ അംഗങ്ങളാണ് മെമ്പർഷിപ്പ് എടുത്ത KJU അംഗങ്ങളെങ്കിലും അതിൻ്റെ ഒരു 10 ഇരട്ടിയെങ്കിലും ആളുകൾ അത്യാവശ്യം മതം പഠിച്ച, ഖുർആനും സുന്നത്തും മനസ്സിലാക്കിയ, ഭാഷയിൽ പ്രാവീണ്യമുള്ള ആളുകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലുണ്ട്, സമൂഹത്തിലുണ്ട്. അപ്പോൾ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരുടെയും ചിന്തകളും ആശയങ്ങളും വീക്ഷണങ്ങളും പരമാവധി സ്വീകരിച്ചുകൊണ്ട് അതിൽ നിന്നെല്ലാം ക്രിയാത്മകമായ ഒരു ഔട്ട്കം, ഒരു റിസൾട്ട് വൈജ്ഞാനികമായി ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് നാം ആഗ്രഹിക്കുന്നത്. ഖുർആൻ തന്നെ ഇത്തരത്തിലുള്ള ഒരു വൈജ്ഞാനിക ഉദ്ധാരണത്തിൻ്റെ ശൈലി വളരെ ആഴത്തിൽ തന്നെ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഖുർആൻ വൈജ്ഞാനികമായി നിലനിൽക്കുന്നത് എന്നുള്ളതിന് സലഫുസാലിഹീങ്ങളായ പണ്ഡിതന്മാരൊക്കെ ഖുർആൻ്റെ ഒരു 5 തലങ്ങൾ, പ്രവർത്തന തലങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് ഇസ്തിമാഅ്, ശ്രദ്ധിച്ചു കേൾക്കുക എന്നതാണ്. ഭാഷയും മറ്റും പഠിപ്പിക്കുന്ന സ്കൂളുകളിലും കോളേജുകളിലും അതിൻ്റെ 4 നിപുണികളിൽ ആദ്യമായി പറയുന്നതും ഇസ്തിമാഅ്, ലിസണിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്, ഇങ്ങനെ 4 കാര്യങ്ങളിൽ ഒന്നാമത്തേത് ഖുർആൻ പറയുന്നതും ഫൈദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു. വിജ്ഞാന സമ്പാദനത്തിന് ഏറ്റവും ആവശ്യം കണ്ണും കാതും കൽബും തുറന്നു വെച്ചുകൊണ്ടുള്ള ശ്രദ്ധാപൂർവമായ കേൾവിയാകുന്നു എന്നർത്ഥം. ഖുർആനെ പറ്റി പറയുമ്പോൾ രണ്ടാമത് പ്രധാനമാകുന്നത് അതിൻ്റെ പാരായണമാണ്, ഖിറാഅത്ത് അല്ലെങ്കിൽ തിലാവത്ത്. വത്ലു മാ ഊഹിയ ഇലൈക മിൻ കിതാബി റബ്ബിക എന്ന് നമ്മൾ കേട്ടിരിക്കും. യത്ലൂനഹു ഹഖ തിലാവത്തിഹി വറത്തിലിൽ ഖുർആന തർത്തീല. ഇവയൊക്കെ പാരായണാധിഷ്ഠിതമായ വൈജ്ഞാനിക സമീപനമാണ്. മൂന്നാമത്തേത് ഹിഫ്ള് ആണ്, മനസ്സിൽ അല്പമൊക്കെ സൂക്ഷിക്കുക. ബൽ ഹുവ ആയാത്തുൻ ബയ്യിനാത്തുൻ ഫി സുദൂരില്ലദീന ഊത്തുൽ ഇൽമ. വിജ്ഞാനം ലഭിച്ചിരിക്കുന്ന അറിവുള്ളവരുടെ മനസ്സിൽ ഖുർആൻ കുറച്ചൊക്കെ ബാക്കിയുണ്ടായിരിക്കും, മനപ്പാടമുണ്ടായിരിക്കും. അതും അറിവ് സമ്പാദനത്തിന്, ഉള്ള അറിവ് നവീകരിക്കുവാൻ ആവശ്യമാണ്. നാലാമത്തേത് തദബ്ബുറാണ്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്കുൻ ലിയദ്ദബ്ബറു. ആഴത്തിലും പരപ്പിലും അന്വേഷണ ബുദ്ധിയോടുകൂടിയും ചിന്തിച്ച് അവലോകനം ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന പ്രവർത്തനത്തിനാണ് തദബ്ബുർ എന്ന് പറയുക. അതും ഖുർആനിൽ നന്നായി പ്രയോഗിക്കണം. അതുപോലെ തന്നെയാണ് ഏത് വിജ്ഞാനങ്ങളെയും സമീപിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട വൈജ്ഞാനിക സമീപനം. അഞ്ചാമത്തേത് അൽ അമലു ബിഹി. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് ഓരോ സമയത്തും ജീവിതം പ്രവർത്തന സജ്ജമാക്കുക. അപ്പോൾ ഈ 5 കാറ്റഗറിയിലൂടെ, ഇനങ്ങളിലൂടെയാണ്
ഏതൊരു വിജ്ഞാനവും യഥാർത്ഥത്തിൽ മനസ്സിൽ വേര് പിടിക്കുന്നത്. അങ്ങനെ വായിക്കുകയും ശ്രദ്ധിക്കുകയും മനഃപ്പാഠമാക്കുകയും അവലോകനം നടത്തുകയും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു അറിവും മറന്നു പോവുകയില്ല. നമ്മൾ സ്കൂൾ പ്രായത്തിലും കോളേജിലുമൊക്കെ ധാരാളം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അവയൊക്കെ നമ്മൾ പരീക്ഷ എഴുതി നല്ല മാർക്കും വാങ്ങിയിട്ടുണ്ട്. പക്ഷേ അന്ന് പഠിച്ച പല കാര്യങ്ങളും നമ്മൾ മറന്നുപോയി, ഒന്നും ഓർമ്മയില്ല. രസതന്ത്രമോ ജിയോഗ്രഫിയോ ഫിസിക്സോ ഒന്നും മറന്നുപോയി. കാരണം അവയുമായി നമ്മൾ പിന്നെ ജീവിതത്തിൽ ബന്ധമില്ല. ജീവിതത്തിൽ എന്താണോ ബാക്കിയുണ്ടാവുന്നത് അത് മറക്കുകയില്ല എന്നാണ് മതം പറയുന്നത്. അങ്ങനെ മറക്കാതിരിക്കാനുള്ള രൂപമാണ് ഈ ഒരു സംവിധാനത്തിലൂടെ വൈജ്ഞാനിക ലോകത്തേക്ക് പ്രവേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന ഏറ്റവും നല്ല ഫലപ്രദമായ ഒരു ഗൈഡൻസും.